നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ യൂട്യൂബിൽ ഫ്രീ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 29ാമത്തെ IFFK ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ. അത് എവിടത്തെയാണ്? കേരളത്തിന്റെയാണ്. അപ്പൊ കേരളത്തിലെ IFFKയിലെ രാജ്യാന്തര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് 29ാമത്തത് 2024 ഡിസംബർ 13 തൊട്ട് 20 വരെ നിശാഗന്ധി ഓഡിറ്റോറിയം തിരുവനന്തപുരത്താണ് നടന്നത്. അതിന്റെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചത് പിണറായി വിജയനായിരുന്നു. അപ്പൊ ആ ചിത്രത്തിൽ നിന്ന് ചോദിച്ചത് ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദിച്ചത്. നമുക്ക് മൊത്തത്തിൽ പഠിക്കാം. അപ്പൊ ഇത് ചോദിച്ചുകൊണ്ട് ഇതിന് ഒരു മാർക്കും നമുക്ക് കളയാൻ പറ്റൂല. അതുകൊണ്ട് ഇത് ഇനിയും ചോദിക്കുന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അത് പൂർണ്ണമായും പഠിച്ചു വെച്ചിരിക്കുക. ഓരോ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുക PSC-യുള്ള. ഓക്കെ, ചിത്രം, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സുവർണ ചകോരം എന്ന് പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം. സുവർണ ചകോരം കൊടുക്കുന്നത് മികച്ച ചിത്രത്തിനാണ്. 29ാമത്തെ IFFKയുടെ ഇന്റർനാഷണൽ അവാർഡ് കേരളത്തിലെ ചലച്ചിത്രമേള, രാജ്യാന്തര മേള IFFKയുടെ 29ാമത്തെ പുരസ്കാരം മികച്ച ചിത്രം മാലു എന്ന ചിത്രത്തിനാണ്. മാലു എന്നത് ഒരു ബ്രസീലിയൻ ചിത്രമാണ്. അപ്പൊ മികച്ച ചിത്രം മാലു, ബ്രസീലിയൻ ചിത്രം. ഇതിനെ സുവർണ ചകോരം എന്നും അറിയപ്പെടും. സംവിധായകർക്ക് കൊടുക്കുന്ന പുരസ്കാരം രജത ചകോരം എന്നറിയപ്പെടും. മികച്ച ഡയറക്ടറിനുള്ള പുരസ്കാരമാണ് രജത ചകോരം. ലഭിച്ചത് ഫർഷാദ് ഹാഷ്മിയാണ്. ഫർഷാദ് ഹാഷ്മി. ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. മികച്ച നവാഗത സിനിമ സംവിധായകൻ ലഭിച്ച പുരസ്കാരം കോക്കീന ആൻഡ് ലിയോൺ. ഫുൾ നെയിം ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന്. ഫുൾ നെയിം 2 പേര് വരും, അത് വേണ്ട. കോക്കീന എന്ന് പറയുന്ന ആൾക്കും ലിയോണിനുമാണ് നവാഗത സംവിധായകനുള്ള രജത പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച നെറ്റ് പാക്ക് ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആ സിനിമയുടെ പേരാണ് ഈ ഫർഷാദ് ഹാഷ്മി ചെയ്ത സിനിമയുടെ പേര്. അപ്പം ഡയറക്ടറിനുള്ള പുരസ്കാരം രജത ചകോരം ലഭിച്ചത് ഫർഷാദ് ഹാഷ്മിക്കാണ്. അദ്ദേഹത്തിന്റെ പുരസ്കാരത്തിന് നെറ്റ് പാക്ക് അവാർഡും ലഭിച്ചു. അതേതാണ്? മീ മറിയം ആൻഡ് ദി ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് എന്ന ചിത്രമാണ്. മീ മറിയം ദി ചിൽഡ്രൻ 26 അതേഴ്സ്. ഓക്കെ, ഫർഷാദ് ഹാഷ്മിയാണ് ആ ചിത്രം ചെയ്തത്. അതിന് നെറ്റ് പാക്ക് അവാർഡ് കിട്ടി. ഫർഷാദ് ഹാഷ്മിക്ക് എന്ത് കിട്ടി? മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. ഇനി അടുത്തത്, ഇന്ത്യയിൽ നിന്നുള്ള നവാഗത സംവിധായകനുള്ള പുരസ്കാരമുണ്ട്. അതാണ് FFSI KR മോഹനൻ അവാർഡ്. KR മോഹനൻ അവാർഡ് എന്നറിയപ്പെടുന്നത്. ഇന്ദു ലക്ഷ്മിക്കാണ് ലഭിച്ചത്. ചോദിക്കാൻ കൊള്ളാം. ഇന്ത്യയിൽ നിന്നുള്ള നവാഗത സംവിധായകനുള്ള അവാർഡാണ് KR മോഹനൻ അവാർഡ്, FSSI. അപ്പൊ അത് ഇന്ദു ലക്ഷ്മിക്കാണ് കിട്ടിയത്. ചിത്രത്തിന്റെ പേര് അപ്പുറം. ഓക്കെ, ഇനി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് പായൽ കപാഡിയയ്ക്കാണ്. പായൽ കപാഡിയ. ഇനി അതായിരിക്കാം ചോദിക്കാൻ സാധ്യത. അവരുടെ സിനിമ ഒന്ന് പഠിച്ചു വെച്ചോ. ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇനി ഫോക്കസ് രാജ്യം. ഈ അവാർഡ്സിൽ ഫോക്കസ് രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർമേനിയയായിരുന്നു. ഇതും ചോദിക്കാം, അർമേനിയ. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് അവാർഡുകൾ കിട്ടി. ഈ അവാർഡ്സിൽ കിട്ടിയ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് കിട്ടി. പിന്നെ ഫിപ്രസ്കി അവാർഡ് ലഭിച്ചു. അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള ഫിപ്രസ്കി അവാർഡ് ലഭിച്ചു. നെറ്റ് പാക്ക്, മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇത്രയും അവാർഡാണ് അതിന് ലഭിച്ചത്. ഇനി സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചത് ഫാസിൽ മുഹമ്മദിനാണ്. ഫാസിൽ മുഹമ്മദ്. ഇനി അടുത്തത് KR മോഹനൻ അവാർഡ്. പ്രത്യേക പരാമർശം KR മോഹനൻ അവാർഡ് ലഭിച്ചതും ഈ ചിത്രത്തിനാണ്. ഇത്രയും അവാർഡുകൾ ലഭിച്ചു. ഫാസിൽ മുഹമ്മദ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിക്കുകയുണ്ടായി. ബാക്കി ഇത്രയും കാര്യം ഒന്നും കൂടെ പറയാം. 29ാമത്തെ IFFK ഇന്റർനാഷണൽ, അതായത് രാജ്യാന്തര ചലച്ചിത്ര ഫെസ്റ്റിവൽ കേരളത്തിൽ നടന്നു. അതിന്റെ അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള അവാർഡിന് ലഭിച്ചത് മാലു എന്ന ബ്രസീലിയൻ ചിത്രത്തിനാണ്. അതിനെയാണ് സുവർണ ചകോരം അവാർഡ് എന്ന് പറയുന്നു. സംവിധായകന് ലഭിക്കുന്ന എപ്പോഴും രജത ചകോരമായിരിക്കും. അതാണ് ഫർഷാദ് ഹാഷ്മിക്ക് ലഭിച്ച അദ്ദേഹത്തിന്റെ ചിത്രമായ മീ മറിയം ദി ചിൽഡ്രൻ ആൻഡ് അതേഴ്സ്. അതിന് ലഭിച്ച മറ്റൊരു പുരസ്കാരമാണ് നെറ്റ് പാക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. നവാഗത സംവിധായകന് ലഭിച്ച അവാർഡാണ്. നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് കോക്കീനയ്ക്കും ലിയോണിനുമാണ് ലഭിച്ചത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള നവാഗത സംവിധായകന് ലഭിക്കുന്ന അവാർഡാണ് FSSI KR മോഹനൻ അവാർഡ്. അത് ലഭിച്ച ആർക്കാണ്? ഇന്ദു ലക്ഷ്മിക്കാണ്. ചിത്രം അപ്പുറം. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് പായൽ കപാഡിയയ്ക്ക്. ചിത്രം ചോദിച്ചാൽ ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇനി ഫോക്കസ് രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അർമേനിയ. ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് എന്ന് പറയുന്ന ചിത്രത്തിന് ഒരുപാട് അവാർഡ് ലഭിച്ചു. മികച്ച
ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ്, മികച്ച രാജ്യാന്തര ചിത്രത്തിനുള്ള ഫിപ്രസ്കി അവാർഡ്, അതേപോലെ നെറ്റ് പാക്ക് അവാർഡ്, മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ലഭിച്ചു. പിന്നെ സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ചത് ഫാസിൽ മുഹമ്മദിനാണ്. ഇനി സ്പെഷ്യൽ പരാമർശം ലഭിച്ച സിനിമ കൂടിയാണ് ഇത്. അതിനെ KR മോഹനൻ അവാർഡ് എന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞില്ല. ലൈഫ് ടൈം അവാർഡ് 29ാമത്തെ രാജ്യാന്തര ചലച്ചിത്ര മേള കേരളം IFFK അവാർഡ് മികച്ച ലൈഫ് ടൈം അവാർഡ് ലഭിച്ചത് ആൻ ഹുയിക്കാണ്. ഹോങ്കോങ്ങുകാരിയാണ് ആൻ ഹുയി. ഒരു നടിയാണ്, ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. 10 ലക്ഷം രൂപയാണ് ഈ പുരസ്കാരത്തുക.